അതേസമയം തന്നെ വലിയ പ്രതിഷേധമാണ് നമുക്ക് എല്ലായിടങ്ങളിലും കാണാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെയെങ്കിലും പാലക്കാട്ടേക്ക് കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ ഷാഫി പറമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ പാലക്കാട് ഇന്നും വലിയ പ്രതിഷേധം കാണാൻ കഴിഞ്ഞു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ആത്മാഭിമാന സദസ്സ് യുവതീ സംഗമം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജാണ് ഉദ്ഘാടനം ചെയ്തത്. പാലക്കാട്ടെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചറിഞ്ഞെന്നും രാഹുലിനെ വെള്ളപൂശാൻ വടകര ഷാഫി ഷോ നടത്തുകയാണെന്നും VK സനോജ് പറഞ്ഞു. നിരവധി യുവതികൾ പങ്കെടുത്ത റാലിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധമിരമ്പി. MLA സ്ഥാനം രാഹുൽ രാജിവെക്കണമെന്നും പാലക്കാട്ടെ ജനങ്ങളോട് രാഹുൽ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ആത്മാഭിമാന സദസ്സ് യുവതീ സംഗമം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. പിന്മാറി അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഇപ്പോൾ ഭീഷണി തുറന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു MLA ആയി തുടരുക? അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഇറങ്ങിയിട്ട് പൊതുപരിപാടികളിൽ പങ്കെടുക്കുക? അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് കേരളത്തിന്റെ നിയമസഭയിൽ പോയി ഇരിക്കുക? അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസ് അല്ല, ഏത് പാർട്ടി, മുന്നിൽ ഏത് പാർട്ടിയുടെ നേതാക്കന്മാർ എത്ര നെടുനീളൻ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ പോകുന്നതും രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിലിറങ്ങി പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതും കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായ പ്രതിരോധമുയർത്തിയിട്ട് ചെറുക്കും. ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് സലീഷ ശങ്കർ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഷിബി കൃഷ്ണ, MS മിനി എന്നിവർ പ്രസംഗിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.